ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്കൊരു ഗ്രോസറി ഷോപ്പിങ്ങിന് പോയാലോ? എങ്കിൽ വാ. നമ്മൾ പോകുന്നത് നെസ്റ്റോയിലാണ്. ഫസ്റ്റ് ഞങ്ങൾ പോയത് അവിടെ ഡ്രസ്സിൻ്റെ സെക്ഷനിലായിരുന്നേ. ജോക്കുട്ടൻ അവിടെ നിന്ന് 2-3 ഡ്രസ്സുകളൊക്കെ പർച്ചേസ് ചെയ്തു. പുള്ളി നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കണ്ടോ, ഡ്രസ്സുകളൊന്നും അവന് സെലക്ട് ചെയ്യാൻ അറിയത്തില്ലെങ്കിലും പുള്ളിക്ക് കളേഴ്സൊക്കെ കാണുമ്പോൾ ഒരു അട്രാക്ഷൻ തോന്നും. പിന്നെ കുറച്ച് ഷെയ്ഡ്സുകളൊക്കെ ഞാൻ വെച്ച് നോക്കി. ഒന്നും എൻ്റെ മുഖത്തിന് ചേരാത്തത് കൊണ്ട് ഒക്കെ ഞാനവിടെ തിരിച്ചു വെച്ച്. പിന്നെ പോകുന്നത് നമ്മുടെ ലേഡീസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സെക്ഷനാണ് കേട്ടോ. എന്ത് ഭംഗിയാണ് ഇതൊക്കെ കാണാൻ. ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. ലേഡീസ് ക്യാൻ റിലേറ്റ്. അങ്ങനെ അതൊക്കെ കണ്ടു. നല്ല നല്ല ആ ലൈറ്റിൻ്റെയും കൂടെ റിഫ്ലക്ഷനൊക്കെ അടിക്കുമ്പോൾ ഇപ്പോഴും കല്ലൊക്കെ നല്ല തിളങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അടുത്ത് നമ്മുടെ കിഡ്സിൻ്റെ ഒരു ഫൺ ലാൻഡ് എന്ന് പറഞ്ഞ് കളിക്കുന്ന ഏരിയയാണ്. ജോകുട്ടനവിടെ കളിക്കാൻ പ്രായമായിട്ടില്ലാത്തത് കൊണ്ട് അവനെ ഞങ്ങൾ പുറത്ത് നിർത്തി കാണിച്ചു. പക്ഷേ അവൻ്റെ ഫാദറിന് അതിനകത്ത് കയറി ഒന്ന് കളിച്ചാലോ എന്നൊരാഗ്രഹം ആ മുഖത്ത് നോക്കി വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പുള്ളി അവിടെ നിന്നുകൊണ്ടെല്ലാം നോക്കി കണ്ടിട്ട് ഒന്ന് അതിനകത്ത് കയറിയാലോ എന്ന് ആലോചിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവിടെ അലൗഡ് അല്ലാത്തത് കൊണ്ട് കയറ്റിയില്ല. ഇപ്പം നിങ്ങൾ കാണുന്നത് ഇവിടെ വന്ന കുട്ടികൾ വരച്ച കുറച്ച് പെയിൻറ്റിങ്സ് ആൻഡ് അവരുടെ ഡ്രോയിങ്സ് ഒക്കെയാണ്. അവരുടെ പേരൊക്കെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്ത് ഭംഗിയാണ് കാണാനല്ലേ. കുട്ടികളൊക്കെ എത്ര ടാലൻറ്റഡാ. എല്ലാം കണ്ട് ആസ്വദിച്ചിട്ട് ഞങ്ങൾ വീണ്ടും അടുത്ത ഷോപ്പിംഗ് സെക്ഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ജോകുട്ടനെല്ലാം അവിടെ ഇരുന്ന് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഇത് നല്ല സ്മെല്ലുള്ള ഒരു ഇംപ്രഷനാണ് കേട്ടോ. വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ കാര്യസ്ഥൻ ജോക്കുട്ടനവിടെ നിന്നുകൊണ്ട് സെലക്ട് ചെയ്ത് അവൻ്റെ ഫാദറിൻ്റെ അടുത്ത് കൊടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എന്തൊക്കെയാണോ വാരിപ്പറക്കുന്നത്. ഫ്രൂട്ട്സിൻ്റെ ഒരു ലോകം തന്നെ ഉണ്ടായിരുന്നു അവിടെ. നല്ല വെറൈറ്റി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഇരിക്കുന്നത് കണ്ടോ, സുന്ദരിമണികൾ. ചെടികളും വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് മലയാളികൾക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണല്ലോ തേങ്ങ ഉണ്ടായിരുന്നു, വാഴയില ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫേവറേറ്റ് സ്ട്രോബെറി കരിക്കിരിക്കുന്നുണ്ട്. സ്ട്രോ ഒക്കെ ഇട്ട് നല്ല ഭംഗി സുന്ദര കുട്ടപ്പനായിട്ട്. ബെറീസിൻ്റെ സെക്ഷനാണ് ഇത്. തക്കാളിയൊക്കെ എത്ര ചുന്ദരിയാണ് നമുക്ക്. ചകന്ന് ചകന്ന്. കരിമ്പിൻ ജ്യൂസ് വേണമെങ്കിൽ ഇവിടെ കിട്ടും കേട്ടോ. ഇലക്കറികളിലെ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ടായിരുന്നു ഇവിടെ കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ക്രോസൻറ്റ്, കേക്ക്, ഡോണറ്റ്സ് അങ്ങനെയൊക്കെയുള്ള ഏരിയയിലേക്കാണ് പോയത്. പിന്നെ നല്ല ഭംഗിയുള്ള കുറേ പാത്രങ്ങൾ കണ്ടു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ജോക്കുട്ടനെ സങ്കടപ്പെടുത്തണ്ടല്ലോ എന്ന് ഓർത്ത് അവന് കയറാൻ പറ്റുന്ന ചില വണ്ടിയിലൊക്കെ കൊണ്ടിരുത്തി. പുള്ളി അതിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കറക്കി കളിക്കുന്നുണ്ടായിരുന്നു.
പേഴ്സണലി എനിക്കും അപ്പുറത്തെ വണ്ടിയിൽ നിന്ന് കയറിയാൽ എന്നുണ്ടായിരുന്നു. പിന്നെ നാണക്കേടാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ഇന്നത്തെ ദിവസത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും അക്കോമഡേഷനിലേക്ക് തിരിച്ചു പൊക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തതിന് താങ്ക് യു. ടേക്ക് കെയർ. ബൈ.